ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം. നാം ഇന്നുള്ളത് തെക്കിൻ്റെ കാശ്മീർ എന്ന് അറിയപ്പെടുന്ന മൂന്നാറിലാണ്. മൂന്നാറിൽ നിന്ന് 43 കിലോമീറ്റർ അകലെയുള്ള കോവിലൂർ എന്ന് പറയുന്ന കോവിലുകളുടെ നാട്ടിലാണ് നാം ഇന്നുള്ളത്, അഥവാ വട്ടവടയിൽ. വട്ടവട അഥവാ കോവിലൂരിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മൂന്നാറിൽ നിന്ന് 1700 മീറ്റർ മുകളിലാണ് ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ പ്രധാന ആകർഷണമായിട്ടുള്ള കാര്യങ്ങൾ കൃഷി തന്നെയാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ അവലംബിച്ചിരിക്കുന്നത് ടെറസ് കൃഷി എന്ന് പറയുന്ന ഒരു കൃഷി രീതിയാണ്. വളരെ ചെലവ് കുറഞ്ഞതും വളരെ പ്രയോജനകരവുമായിട്ടുള്ള ടെറസ് കൃഷിയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. മൂന്നാറിൻ്റെയും തമിഴ്നാടിൻ്റെയും ഉൾനാടൻ ഗ്രാമങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള ടെറസ് കൃഷിയാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. അതിൻ്റെ വിശേഷങ്ങൾ നമ്മൾക്ക് ഈ വീഡിയോയിൽ കൂടി തന്നെ പങ്കുവയ്ക്കാം. മൂന്നാറിൽ നിന്നും KSRTC ബസ്സിൽ വട്ടവട കോവിലൂരിൽ വന്ന് ഇറങ്ങുകയും ഇവിടെ നിന്ന് രവി എന്ന പേരിൽ അറിയപ്പെടുന്ന രവി വട്ടവടയുടെ ഈ വാഹനത്തിൽ ജീപ്പിലാണ് ഈ പ്രദേശങ്ങൾ എല്ലാം ചുറ്റിക്കാണിക്കുവാനായിട്ട് അദ്ദേഹം ഞങ്ങളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഒറ്റയ്ക്കാണ് യാത്ര ചെയ്തത്. ഇവിടെ വന്ന് കുറച്ച് സുഹൃത്തുക്കളെ ഒരുമിച്ച് കിട്ടി. എനിക്ക് ഈ വാഹനത്തിൽ ചിലവായത് 500 രൂപയാണ്. മറ്റുള്ളവർ 4ഉം 2ഉം മൊത്തം 6 പേരുണ്ട്. അവർക്ക് അതിൻ്റേതായിട്ടുള്ള തുകയാണ് ചിലവ് വന്നത്. ഒരു ട്രിപ്പിന് ഇവർ സീസൺ സമയങ്ങളിൽ വാങ്ങുന്നത് 3000ഉം ഓഫ് സീസൺ സമയങ്ങളിൽ 2500ഉമൊക്കെയാണ് വാങ്ങുന്നത്. ഈ ഒരു ട്രിപ്പിൽ 2500 അവർ പറഞ്ഞിരിക്കുന്നത്. അത് ഞങ്ങൾ ഷെയർ ചെയ്തിട്ടാണ് ഈ യാത്ര തുടങ്ങിയിരിക്കുന്നത്. കോവിലൂരിൽ നിന്ന് യാത്ര തുടങ്ങി ഏകദേശം 2 കിലോമീറ്റർ മുന്നിലോട്ട് വരുമ്പോഴാണ് ഈ കാണുന്ന വെജിറ്റബിൾ ഫാമിലോട്ടുള്ള എൻട്രൻസ് വരുന്നത്. ഇപ്പോൾ ഇവിടെ സ്ട്രോബെറിയാണ് കൃഷി ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിൽ 3-2 ഫാമിലോട്ട് നമ്മളിവർ കൊണ്ടുപോകും. ആദ്യം കാണുന്ന ഫാം ഇത്തരത്തിലുള്ളതാണ്. ഇത് കഴിഞ്ഞ് അവസാനത്തെ സമയങ്ങളിലും ഈ ട്രിപ്പിൻ്റെ അവസാനത്തിൻ്റെ സമയങ്ങളിലും ഫാമിലോട്ട് തന്നെ നമ്മളെ കൊണ്ടുപോകുന്നൊരു പ്രവണതയുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഇത്തരം ഫാമുകൾ സന്ദർശിക്കാതെ ഇരിക്കുന്നതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള കാര്യം. അത്രയും സമയം നമുക്ക് മറ്റുള്ള സ്ഥലങ്ങളിൽ, വളരെ മനോഹരമായിട്ടുള്ള മറ്റുള്ള സ്ഥലങ്ങളിൽ ചിലവഴിക്കാൻ കഴിയുന്ന രീതിയിൽ വേണം ഇവിടെ യാത്ര ചെയ്യുന്ന ആളുകൾ ട്രിപ്പ് പ്ലാൻ ചെയ്യേണ്ടത്. ഈ പ്രദേശങ്ങളിൽ വരുന്ന ഏതൊരു സഞ്ചാരികളെയും വളരെ ഹൃദ്യമായിട്ടാണ് ഇവർ സ്വാഗതം ചെയ്യുന്നത്. വളരെ മാന്യമായിട്ട് തന്നെയാണ് ഇവർ നമ്മളെ സ്വാഗതം ചെയ്ത് ഇത്തരം കാഴ്ചകളിലോട്ട് കൊണ്ടുപോകുന്നത്. ഇതൊരു ബ്ലാക്ക്ബെറി തോട്ടമാണ്. വളരെയധികം പരിചരണം വേണ്ട ഒരു കൃഷി രീതിയാണ് ഈ കാണുന്നത്. ബ്ലൂബെറി
പക്ഷികളുടെ അക്രമവും മയിലുകളുടെ അക്രമവും കാട്ടുപന്നികളുടെ നിന്നെല്ലാം സംരക്ഷണം തേടി ഇവർ ഈ കൃഷിക്ക് ചുറ്റും വലകൾ സ്ഥാപിച്ചിട്ടുണ്ട്. എന്നാലും വളരെ ഭംഗിയുള്ള ഒരു കൃഷി രീതി തന്നെയാണ് ഈ കാണുന്നത്. ഈ പ്രദേശങ്ങളിലെല്ലാം 40-ൽ പരം വെജിറ്റബിൾസാണ് കൃഷി ചെയ്യുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് തക്കാളിയും ക്യാരറ്റും ബീട്രൂട്ടും വെളുത്തുള്ളിയും ഉള്ളിയും ഉരുളക്കിഴങ്ങ് ഇത്തരം വരുന്ന ക്യാബേജുകൾ, ചില ബീൻസ്, പയറുവർഗ്ഗങ്ങൾ ഇതെല്ലാമാണ് ഇത്തരം സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്നത്. ഇവിടെ ഒരു സ്ഥലത്തും ഈ കൃഷിഭൂമിയുടെ ഒരു സ്ഥലങ്ങളിലും തേയിലത്തോട്ടങ്ങൾ കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ്. കുറഞ്ഞ സ്ഥലത്ത് ചെറിയ വീടും വെച്ച് ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം കൃഷിസ്ഥലങ്ങൾ ആക്കുന്ന ഒരു പ്രവണതയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. 25 കിലോമീറ്റർ ചുറ്റളവിലാണ് നമ്മൾ ഇന്ന് യാത്ര ചെയ്യുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട, ഇപ്പോൾ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് കൊട്ടക്കമ്പൂർ എന്ന് പറയുന്ന ഡിവിഷനിൽ കൂടിയാണ്. ഇവിടെ നിന്ന് നേരെ പോകുന്നത് ചിലന്തിയാർ. കൊട്ടക്കമ്പൂർ, പഴന്തോട്ടം, ചിലന്തിയാർ, വട്ടവട, പിന്നെ ഒരു പേര് കൂടിയുണ്ട്. അങ്ങനെ 5 ഡിവിഷനിൽ കൂടിയാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും മനോഹരമായത് പഴന്തോട്ടവും ചിലന്തിയാറുമാണ്. ബാക്കിയെല്ലാം സഞ്ചരിക്കുന്ന വഴികളാണ് ഉള്ളത്. ദൂരെ കാണുന്ന മലനിരകൾ അത് കൊടൈക്കനാലിൻ്റെ അവസാന ഗ്രാമമായ പൂണ്ടി ഗ്രാമത്തിൻ്റെ മലയോര മേഖലകളാണ്. നമുക്ക് മുമ്പിൽ കാണുന്ന ഈ ഗ്രാമം പ്രിയപ്പെട്ട അഭിമന്യുവിൻ്റെ ഗ്രാമമാണ് ഈ മുമ്പിൽ കാണുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന അഭിമന്യുവിൻ്റെ ഗ്രാമമാണ് മുമ്പിൽ കാണുന്നത്. കേരളത്തിൻ്റെ ഭൂപ്രദേശങ്ങളിൽ ഈ വട്ടവട സ്ഥലങ്ങളിൽ മാത്രമാണ് സൂചി ഗോതമ്പ് എന്ന് പറയുന്ന ആ സീഡ് വളർത്തി വിളവെടുക്കുന്ന സ്ഥലം ഈ വട്ടവടയും ഇവിടുത്തെ സമീപ പ്രദേശങ്ങളുമാണ്. ഈ പോകുന്ന വഴിയിലെല്ലാം അക്കോശ മരങ്ങൾ മുറിച്ചു മാറ്റപ്പെട്ടിട്ടുണ്ട്. ഈ കാണുന്നത് ഒരു ബീൻസാണ്. പയറുവർഗ്ഗത്തിൽ പെടുന്ന ബീൻസിൻ്റെ കൃഷിരീതിയാണ് അവിടെ അവലംബിച്ചിരിക്കുന്നത്. വളരെ രസകരമായിട്ടുള്ള നല്ലൊരു വ്യൂ പോയിൻ്റാണ്. ആനമുടി എന്ന് അറിയപ്പെടുന്ന ആ മലനിരകളാണ് ആ കാണുന്നതെല്ലാം. ഈ കാണുന്ന 6 സുഹൃത്തുക്കൾക്കൊപ്പമാണ് യാത്ര ചെയ്യുന്നത്. 4 പേർ ഇടുക്കി ജില്ലയിലെ തന്നെ അടിമാലിയിലും ബാക്കി 2 പേർ മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിൽ നിന്നുമാണ് അവർ ഈ മൂന്നാർ കാണാൻ വന്നിരിക്കുന്നത്. ചിലന്തിയാർ വാട്ടർ ഫാൾസിലോട്ട് നമ്മൾ വന്നിരിക്കുകയാണ്. ഇവിടെ തന്നെയാണ് ടൈഗർ കേവ് എന്നറിയപ്പെടുന്ന ആ ബൃഹത്തായ ഗുഹയുള്ളത്. അതിൻ്റെ കാഴ്ചകളിലോട്ട് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇപ്പോൾ വാഹനങ്ങളിൽ കടന്നു വന്ന മലനിരകളുടെ ഒരു താഴ്ന്ന പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു വെള്ളച്ചാട്ടവും അവിടുത്തെ കാഴ്ചകളുമാണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത്.
കാടിൻ്റെ വശ്യഭംഗി അത്രമാത്രം തുളുമ്പി നിൽക്കുന്ന ഒരു സ്ഥലമാണ് ചിലന്തിയാർ. രണ്ട് മലകൾക്ക് ഇടയിൽ കൂടി തുടക്കം കുറിച്ച് വരുന്ന അരുവിയുടെയും വളരെ മനോഹരമായിട്ടുള്ള ദൃശ്യമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇതിൻ്റെ താഴ്ഭാഗത്ത് വിശാലമായിട്ടുള്ള വലിയ വിരിപ്പാറയാണുള്ളത്. അവിടെ നിന്ന് ഉള്ള കാഴ്ച വളരെ മനോഹരമാണ്. പക്ഷേ താഴോട്ടുള്ള യാത്ര കുറച്ച് അപകടകരമാണ്. അട്ടയുടെ ശല്യം വളരെ കൂടുതലുള്ള ഒരു പ്രദേശമാണ് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അവസാന ഭാഗം. പക്ഷേ അവിടെ നിന്നാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ആനമുടി മലകളുടെ ഏറ്റവും മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളാണ് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അവസാന ഭാഗത്ത് നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിലോട്ട് ഇറങ്ങിപ്പോകുവാനായിട്ടുള്ള വഴികൾ ഇവിടെ ഇപ്പോൾ തയ്യാറാക്കിയിട്ടുണ്ട്. പക്ഷേ അട്ടയുടെ ശല്യം വളരെയധികം കൂടുതലാണ്. ഈ സ്ഥലത്തിന്റെ പേര് ചിലന്തിയാർ. എന്ത് ടൈഗർ കാവ്. ഇവിടെ ഇറങ്ങി വരുന്ന സ്ഥലത്ത് തന്നെ ഒരു കൈത്തോടുണ്ട്. ആ കൈത്തോട്ടിലോട്ട് വെള്ളം എത്തുന്ന പാറ ഇടുക്കാണ് ഈ കാണുന്നത്. ഇതിൻ്റെ മുകളിലോട്ട് കയറുക പ്രയാസകരമായിട്ടുള്ള കാര്യമാണ്. എന്നിരുന്നാലും ഞാനൊന്ന് കയറി നോക്കി. എന്താണ് ഇതിൻ്റെ മുകളിൽ ഉള്ളത്, എവിടെ നിന്നാണ് ഈ ജലം ഇത്രമാത്രം വരുന്നത് എന്നെല്ലാം അറിയുവാനായിട്ട് ഇതിൻ്റെ മുകളിലോട്ട് ഞാനൊന്ന് കയറി. പ്രയാസകരമാണ്, എന്നാലും കയറി. വലിയ പാറക്കൂട്ടങ്ങളാണ്. കുറേ അധികം ഭാഗങ്ങളിൽ ഈ പാറക്കൂട്ടങ്ങൾ ഉരുണ്ടിരിക്കുന്ന അവസ്ഥയാണ്. ശക്തിയായിട്ട് വെള്ളം പതിക്കുന്നത് കൊണ്ട് കാലങ്ങളായിട്ട് ആ രീതിയിലോട്ട് മാറിയതായിരിക്കാം ഇത്തരം കല്ലുകൾ. പക്ഷെ ചില സ്ഥലങ്ങളിൽ കൂർത്ത് നിൽക്കുന്ന കല്ലുകളാണ് കാണാൻ കഴിയുന്നത്. വളരെ അപകടം പിടിച്ച പാറക്കൂട്ടങ്ങളും ഈ കൂട്ടത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. നല്ല മഴയുള്ള സമയങ്ങളിൽ ഈ സ്ഥലങ്ങളിലോട്ട് കയറുക വളരെ പ്രയാസകരമായിട്ടുള്ളൊരു കാര്യമാണ്. കുത്തി ഒലിച്ചു വരുന്ന വെള്ളത്തിൻ്റെ മുമ്പിൽ പലപ്പോഴും നമുക്ക് അടിപതറുന്ന ഒരവസ്ഥയിലോട്ട് എത്തുന്ന തരത്തിലാണ് ഇവിടുത്തെ നേച്ചർ കിടക്കുന്നത്. നിരവധി സഞ്ചാരികളാണ് ഈ കാടിനുള്ളിലെ ഈ അത്ഭുതം കാണുവാനായിട്ട് ഓരോ ദിനവും വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ വെള്ളത്തിൻ്റെ ശബ്ദമല്ലാതെ യാതൊന്നും കേൾക്കുവാനില്ല. നിരവധി സഞ്ചാരികൾ ഈ കാടിനുള്ളിൽ കയറിയിട്ടുണ്ടെങ്കിലും ഈ വെള്ളത്തിൻ്റെ സൗണ്ട് അല്ലാതെ വേറെ നമുക്കൊന്നും കേൾക്കാൻ കഴിയുന്നില്ല. ഈ വെള്ളത്തിൻ്റെ ഉറവിടം ഇവിടെ നിന്നാണെന്ന് മനസ്സിലായി. ഇതിവിടെ ഒഴുകി വരുന്നതാണ്. ഇതിൻ്റെ തുടക്കം എവിടെ എന്ന് കാണുന്നതിന് വേണ്ടി ഈ പാറപ്പുറത്ത് നിന്ന്, ഈ പാറക്കൂട്ടങ്ങളിൽ നിന്ന്
ഞാൻ തിരിച്ച് ഇറങ്ങുകയുണ്ടായി. പോയ വഴിയിൽ കൂടി തന്നെയാണ് തിരിച്ചിറങ്ങേണ്ടത്. പക്ഷേ മുമ്പിൽ ഒരു നടപ്പാത കാണുന്നത് കൊണ്ട് ആ വഴിയിൽ കൂടിയാണ് ഇറങ്ങി വന്നത്. വളരെ പ്രയാസകരമായിട്ടുള്ള തിരിച്ചുവരവാണ് അവിടെ എനിക്ക് അനുഭവപ്പെട്ടത്. സ്ഥലങ്ങളിൽ കയറുന്നവർ എങ്ങനെയാണോ കയറിപ്പോയത് അതേപോലെ തന്നെ തിരിച്ചിറങ്ങേണ്ടതാണ്. അല്ലെങ്കിൽ വളരെ അപകടം പിടിച്ച ഒരവസ്ഥയാണ് നമുക്കുണ്ടാവുക. ഈ പാറക്കൂട്ടങ്ങളിൽ നിന്ന് വീഴുന്ന ജലം താഴെ ഒരു കൈത്തോടുണ്ട്. വളരെ അത്ഭുതം നിറച്ച ഒരു കൈത്തോടാണ്. പഞ്ചാര മണൽ എന്ന് പറയപ്പെടുന്ന മണൽ അടങ്ങിയിരിക്കുന്ന ഒരു കൈത്തോടാണ് താഴെ കാണുന്നത്. വളരെയേറെ തണുപ്പാണ്. നല്ല തണുത്ത അവസ്ഥയാണ് ഈ കൈത്തോടിൽ ഇറങ്ങി നിൽക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നത്. ഇത്തരം യാത്രകൾ ചെയ്യുന്നവർ കൂടുതലും ഷൂസുകളുടെ ഉപയോഗം കുറയ്ക്കുക. പരമാവധി സ്ലീപ്പർ ഉപയോഗിക്കുക. ഇത്തരം നേച്ചറുകളിൽ കാൽ പതിപ്പിച്ച് നടക്കുക വളരെയേറെ ആനന്ദം നൽകുന്ന ഒരു പ്രവൃത്തിയാണ്. ടൈഗർ കേവിലോട്ടുള്ള എൻട്രൻസിന് മുമ്പായിട്ടാണ് ഈ അത്ഭുതം നമ്മളെ കാത്തിരിക്കുന്നത്. ഏതു പ്രായത്തിലുള്ള ആളുകൾക്ക് വരെ ഈ സ്ഥലത്ത് വളരെ എളുപ്പത്തിൽ എത്തിച്ചേരാം. മുകളിലോട്ട് മാത്രമാണ് കയറ്റങ്ങളും ഇറക്കങ്ങളുമുള്ളത്. ഇവിടെ നിന്ന് 1 കിലോമീറ്റർ അടുത്താണ് ടൈഗർ കേവിലോട്ടുള്ള ദൂരമുള്ളത്. ഇടുങ്ങിയ ചെരിഞ്ഞ ചെരുവുകളിൽ കൂടിയാണ് മുകളിലോട്ട് കയറേണ്ടത്. നല്ല കുത്തനെയുള്ള കയറ്റമാണ്. കയറ്റം കയറി വന്നിട്ട് പിന്നെ ഒരു സമദൂരം വഴികളാണ് കുറച്ചുള്ളത്. വീണ്ടും കുത്തനെയുള്ള കയറ്റങ്ങളാണ്. മഴയുള്ള സമയങ്ങളിൽ ഇതിലുള്ള യാത്ര ദുഷ്കരമാണ്. തെന്നൽ കൂടുതലുള്ള ഒരു സ്ഥലമായിട്ട് ഇത്തരം വഴികൾ മാറും. ഇവിടെ ഇപ്പോഴും ഇതൊരു ടൂറിസ്റ്റ് കേന്ദ്രമാണെങ്കിലും ഇവിടെ ഇപ്പോഴും കൃഷി നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ തൈകൾ വെച്ച് പിടിപ്പിക്കുന്ന ഏലം തൈകൾ നമുക്ക് കാണാൻ കഴിയും. ഏലച്ചെടികളുടെ ഒരു സീസണായിരിക്കാം ഇനി വരുന്നത്. അതുകൊണ്ടായിരിക്കാം ഏലച്ചെടികൾ ഇപ്പോഴേ നട്ടുവളർത്തിക്കൊണ്ടിരിക്കുന്നത്. കുറച്ചധികം നടക്കാനുണ്ട്. നിരവധി ആളുകളാണ് കണ്ടും അറിഞ്ഞും തിരിച്ചു വരുന്നതും ഇത് കാണാനായിട്ട് പോകുന്നതും. ടൈഗർ കേവിൻ്റെ സമീപത്ത് തന്നെ നമ്മൾ വന്നെത്തിയിട്ടുണ്ട്. ടൈഗർ കേവിൻ്റെ ഉൾവശമാണ് കാണുന്നത്. വെളിച്ചത്തിൻ്റെ പോരായ്മ അകത്ത് വളരെയധികമുണ്ട്.
ആ ടൈഗർ കേവിൻ്റെ ഉള്ളിൽ കൂടി കയറി മുകളിൽ വരുന്ന ഒരു വഴി അവിടെയുണ്ട്. പക്ഷെ വെളിച്ചത്തിൻ്റെ അഭാവം ഇല്ലാത്തതുകൊണ്ട് ആ യാത്ര ഞാൻ ഉപേക്ഷിക്കുക ഉണ്ടായിരുന്നു. കുറച്ചധികം പാറക്കൂട്ടങ്ങൾ കൂടി നിൽക്കുന്ന ഈ പ്രദേശത്താണ് മുൻകാലങ്ങളിൽ ഇത്തരം വന്യമൃഗങ്ങൾ താമസിച്ച് ഇരുന്നത്. ഇരുട്ടുമൂടിയതാണ്. നമ്മൾ മനുഷ്യരുടെ കടന്നുകയറ്റം ഈ വന്യമൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥയ്ക്ക് തന്നെ ബുദ്ധിമുട്ട് ആയ സമയത്തായിരിക്കാം ഇവർ ഇതെല്ലാം ഉപേക്ഷിച്ച് ഇവിടെ നിന്ന് പോകാൻ ഇടയായത്. മുൻപ് പല ആളുകളും ഈ കേവിന് അകത്തുകൂടി കയറി ഇറങ്ങിയിട്ടുണ്ട്. വളരെ അഡ്വഞ്ചർ നിറഞ്ഞ ഒരു സാഹസികത തന്നെയാണ് ആ കാര്യങ്ങളെല്ലാം നമ്മൾക്ക് കാണുമ്പോൾ. വളരെ ഇടുങ്ങിയ എന്നാൽ ഒരാൾക്ക് കടന്നു പോകാൻ കഴിയുന്ന രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ മുകളിലോട്ടുള്ള എൻട്രൻസ് ഉള്ളത്. വെളിച്ചം തന്നെയാണ് ഇവിടുത്തെ പ്രധാന വില്ലൻ. ഈ പാറക്കൂട്ടങ്ങളിൽ കൈവെക്കുമ്പോൾ നമ്മുടെ കൈകൾ തണുത്ത് വിറങ്ങലിച്ചു പോവുകയാണ്. അത്രമാത്രം തണുപ്പാണ് ഈ പാറക്കൂട്ടങ്ങളിൽ അനുഭവപ്പെടുന്നത്. 20-22 ഡിഗ്രിയാണ് ഇവിടുത്തെ ചൂട്. എൻ്റെ കൂടെയുള്ളവർ ഇതിനു മുകളിലോട്ട് കയറിപ്പോയി. ഞാൻ നേരത്തെ പറഞ്ഞ ആ വെള്ളച്ചാട്ടത്തിൻ്റെ ഉറവിടം തേടി അവർ നേരത്തെ തന്നെ കയറിപ്പോയി. എനിക്ക് പുറകിൽ വരുന്ന മറ്റേതോ സഞ്ചാരികളാണ് ഈ കാഴ്ചകൾ കാണാൻ ഇതിൻ്റെ അകത്തേക്ക് കയറിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ കാഴ്ചകൾ കണ്ട് ഞാൻ പോയത് മലമുകളിലോട്ടാണ്. അപ്പോൾ മലമുകളിൽ പോയപ്പോൾ ആണ് കണ്ടത് ഈ കാണുന്ന കൈത്തോടിൻ്റെ ഉറവിടം എവിടെയാണെന്ന്. രണ്ട് മലകൾക്ക് ഇടയിൽ കൂടി വരുന്ന ഒരു കൈത്തോടിൻ്റെ ഉത്ഭവം ഇതിനും ഒരു 250 മീറ്റർ മാത്രം മുൻപിലോട്ട് പോയാൽ മാത്രമാണ് കാണാൻ കഴിയുക. അവിടേക്ക് ഞാൻ പോയില്ല, അത് ഷൂട്ട് ചെയ്തിട്ടില്ല. പക്ഷെ ഇവിടെ നിന്നാണ് ഈ വെള്ളത്തിൻ്റെ ഉറവിടം താഴോട്ട് പതിക്കുന്നത്. മലമുകളിൽ കയറാം, നല്ല രസമുള്ള സ്ഥലമാണ്, നല്ല വ്യൂ പോയിൻ്റ് ഉണ്ട്. പക്ഷേ അവിടങ്ങളിൽ നിരവധി ആളുകൾ ഇരിക്കുന്നുണ്ട്. അവരുടെ പ്രൈവസിയെ തടസ്സപ്പെടുത്താതെ, ഒരു വീഡിയോ പോലും എടുക്കാതെ ആ കാഴ്ചകൾ കണ്ട് മടങ്ങി താഴോട്ട് വരികയാണ് ഉണ്ടായത്. ആ മലമുകളിൽ നിന്ന് കാണുന്ന വ്യൂ വളരെ മനോഹരമാണ്. അത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇത് വെള്ളച്ചാട്ടത്തിലോട്ട് വരുന്ന വെള്ളത്തിൻ്റെ ഉറവിടമാണ്
ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയെല്ലാം ഈ പഞ്ചാര മണലാണ്, വളരെ മനോഹരമായിട്ടുള്ള പഞ്ചാര മണലാണ്. വളരെയേറെ തണുപ്പാണ് ഈ വെള്ളത്തിനുള്ളത്. ഇത് ഇവിടെ ഒരു കൂട്ടുകാരൻ ഷൂ നനയാതെ പുറത്തേക്ക് കടന്നു. ഞാൻ തിരിച്ച് ഇറങ്ങുകയാണ്. മൂന്നാറിൽ നിന്ന് 43 കിലോമീറ്റർ കോവിലൂർ വട്ടവട, അവിടെ നിന്ന് ചിലന്തിയാർ വെള്ളച്ചാട്ടം 8 കിലോമീറ്ററാണ്. കോവിലൂരിൽ നിന്ന് ജീപ്പ് സഫാരിയിൽ ആറംഗ സംഘത്തോടൊപ്പം ഏഴാമനായിട്ട് 500 രൂപ ഷെയർ കൊടുത്തിട്ടാണ് ഇവരോടൊപ്പം യാത്ര തുടങ്ങിയത്. ഈ യാത്രയിൽ രണ്ടാമത്തെ സ്ഥലമാണ് ഈ കാണുന്നത്. മുൻപ് നമ്മൾ കയറിയത് ഒരു പഴത്തോട്ടത്തിലാണ്. രണ്ടാമതായി കയറിയത് ഈ സ്ഥലത്താണ്. കാടിൻ്റെ താഴ്വാര ഭാഗമാണ്, വളരെ മനോഹരമാണ്. ഒരിക്കലെങ്കിലും നിങ്ങൾ ഇവിടേക്ക് യാത്ര ചെയ്യുക. ഇതൊരു പ്രൈവറ്റായിട്ടുള്ള ആളുടെ സ്ഥലമാണ്. ഇവിടെ പെർ ഹെഡിനല്ല പണം വാങ്ങുന്നത്, ഓരോ വാഹനത്തിനുമാണ് പണം വാങ്ങുന്നത്. പ്രൈവറ്റ് വാഹനങ്ങൾക്കൊക്കെ 50 രൂപയോ 40 രൂപയോ ആണ്. ടാക്സി വാഹനങ്ങൾക്ക്, ഇവിടുത്തെ ജീപ്പുകൾക്ക് ഇവർ വാങ്ങുന്നത് 30 രൂപയാണ്. പിന്നെ ഇവിടെ കാണാൻ സാധിച്ച ഒരു കാര്യം, പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം വളരെ അധികം കൂടുതലാണ്. പ്ലാസ്റ്റിക് കുപ്പികൾ, കവറുകൾ, ഇതെല്ലാം പ്രകൃതിയെ കാര്യമായിട്ട് ബാധിക്കുന്ന കാര്യമാണ്. ഇത്തരം പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം പരമാവധി ഈ കാടുകളിൽ നിന്നെങ്കിലും ഒഴിവാക്കണം. അപ്പം ചിലന്തിയാറിൻ്റെ കാഴ്ചകൾ കണ്ട് ഇവിടെ നിന്ന് മടങ്ങുകയാണ്. ഇനിയും കൂടുതൽ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനുണ്ട്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് ഇനിയും കാണാം. യാത്ര അവസാനിക്കുന്നില്ല. തുടങ്ങുന്ന സ്ഥലത്ത് നിന്ന് മറ്റൊരു യാത്ര തുടങ്ങുകയാണ്. വട്ടവടയുടെ മറ്റു കാഴ്ചകളുമായിട്ട് മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ഞങ്ങൾ യാത്ര ചെയ്ത ഈ ജീപ്പ് ഡ്രൈവറുടെ നമ്പർ ഈ വീഡിയോയിൽ കൊടുക്കുന്നതാണ്. രവി വട്ടവട എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. കൂട്ടത്തിൽ ഇവിടെ തന്നെ പരിചയപ്പെട്ട ഒരു ഓട്ടോ ഡ്രൈവറുടെ നമ്പർ കൂടി വീഡിയോയിൽ കൊടുക്കുന്നതാണ്. ആവശ്യമുള്ളവർ ബന്ധപ്പെടുക. താമസ സൗകര്യം എല്ലാം ഇവർ തന്നെ ഏർപ്പെടുത്തും. 1-2 ദിവസങ്ങൾക്ക് മുമ്പ് വിളിച്ച് കാര്യങ്ങൾ ഇവരോട് സംസാരിക്കുക. വട്ടവടയുടെ യഥാർത്ഥ ഗ്രാമ കാഴ്ചകളുമായി അടുത്ത ഒരു വീഡിയോയിൽ നമ്മൾക്ക് കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.